നല്ല ന്യൂഡ് ഷെയ്ഡിലൊക്കെയാണ് വരുന്നത്. കൊള്ളാട്ടോ ഈ കളറ്. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി വിത്ത് PSC Vlog. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ലിപ്സ്റ്റിക് ചാലഞ്ച് ആണ് കേട്ടോ. ഏതൊക്കെ ഷെയ്ഡുകളോട് ചേരുമ്പോൾ എന്ത് കളറാണ് നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടുന്നതെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മൾ വെറുതെ അങ്ങ് ലിപ്സ്റ്റിക് ചാലഞ്ച് എടുക്കുകയല്ല കേട്ടോ. നമ്മുടെ ലിപ്പിനെ ആദ്യം ഒന്ന് പ്രൊട്ടക്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡുകൾ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. എന്റെ കയ്യിലുള്ളത് ഒരു മേക്കപ്പ് പാലറ്റ് ആണ്. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഇതിൽ ഓൾമോസ്റ്റ് കളേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഏത് ഷെയ്ഡിൽ വേണമെങ്കിലും നമുക്ക് ചാലഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ ഇതിൽ നിന്നാണ് നമ്മൾ ചലഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമ്മുടെ ചുണ്ടുകളൊന്നും നമ്മൾ പ്രൊട്ടക്ട് ചെയ്തിട്ട് വേണം നമുക്ക് ചലഞ്ച് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് വേണ്ടി ഞാൻ ഹിമാലയയുടെ ലിപ് ബാം ആണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾ കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ട് ഇങ്ങനെയുള്ള ഷെയ്ഡുകളൊക്കെ പരീക്ഷിക്കുക കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് എടുക്കുന്നുണ്ട്, ചുണ്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് ഞാൻ എടുക്കാൻ വേണ്ടി പോകുന്ന ഷെയ്ഡ് റെഡ് ആണ് പ്ലസ് വൈറ്റ് ആണ്. റെഡ് എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ചുണ്ടിന്റെ താഴെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് എടുക്കാൻ വേണ്ടി പോകുന്നത് വൈറ്റ് ആണ് കേട്ടോ. അപ്പൊ റെഡും വൈറ്റും ഇട്ടിട്ടുണ്ട്. നമുക്കിനി മിക്സ് ചെയ്യാം. ഈ ഷെയ്ഡാട്ടോ കിട്ടിയത് നല്ലൊരു പിങ്ക് കളർ ഷെയ്ഡാട്ടോ കിട്ടിയിരിക്കുന്നത്. നല്ല ന്യൂഡ് ഷെയ്ഡിലൊക്കെയാണ് വരുന്നത്. കൊള്ളാട്ടോ ഈ കളറ്. അപ്പൊ നമുക്ക് ഈ ഷെയ്ഡ് തുടച്ചു മാറ്റിയിട്ട് നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് ട്രൈ ചെയ്യാം. ഏത് ഷെയ്ഡ് ട്രൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ജസ്റ്റ് അപ്പൊ തന്നെ ഒന്ന് ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ. എന്നിട്ട് ചെയ്യാട്ടോ. നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓറഞ്ചും വയലറ്റും കൂടിയാണ്. അപ്പൊ ഓറഞ്ച് ഷെയ്ഡ് ഇവിടെയുണ്ട്, വയലറ്റ് ഇവിടെയുണ്ട്. ട്രൈ ചെയ്യാം. വയലറ്റ് എടുക്കാം കേട്ടോ. രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്യാം. ഇതായിട്ട് നമുക്ക് കിട്ടിയ ഷെയ്ഡ് ഒരു ഗ്ലോസി വയലറ്റ് കളറാണ് കിട്ടിയിരിക്കുന്നത്. ഇത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇതിനെക്കാട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടത് റെഡും വൈറ്റിന്റെ കോമ്പിനേഷൻ തന്നെയാട്ടോ. നമുക്ക് ഇത് തുടച്ചു മാറ്റാം. നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് പിങ്ക് ആൻഡ് ബ്ലൂ ആണ്. ട്രൈ ചെയ്യാം. ബ്ലൂ എടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് രണ്ടും കൂടി മിക്സ് ചെയ്യാം. കളറ് കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടോ. വയലറ്റ് ഷെയ്ഡാ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നല്ല ഫെയർ ആയിട്ടുള്ളവർക്കൊക്കെ ചേരും കേട്ടോ ഇത്. നമുക്ക് തുടക്കാം. നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് റെഡും ഗോൾഡും കൂടിയാണ്. നമുക്ക് ട്രൈ ചെയ്യാം. റെഡ് എടുക്കാം, ഗോൾഡ് എടുക്കാം കേട്ടോ. നമുക്ക് രണ്ടും കൂടി മിക്സ് ചെയ്യാം. നല്ലൊരു റെഡ് ഓറഞ്ച് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. കൊള്ളാട്ടോ, നല്ല കളറാ. ഫെയർ ആയിട്ടുള്ളവർക്കും ചേരും. പിന്നെ ആ ഒരു ഡാർക്ക് ബ്രൗൺ കളറൊക്കെ ഉണ്ടാവല്ലോ, അങ്ങനെയുള്ളവർക്കും ചേരുന്ന നല്ലൊരു കളറാട്ടോ. നല്ല സൂപ്പർ കളറാട്ടോ ഇത്. അപ്പൊ നമുക്കിത് മാറ്റിയിട്ട് അടുത്തത് ട്രൈ ചെയ്യാം. ഞാനിതെല്ലാം ട്രൈ ചെയ്യണതിന് മുന്നേ ആയിട്ട് തന്നെ ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളും ചെയ്യണം കേട്ടോ. അപ്പൊ ഞാൻ വീണ്ടും കാണിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് കാണിക്കാത്തത്. നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗ്രീനും മെറൂണും കൂടിയാണ്. എന്താണ് ഷെയ്ഡ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ഗ്രീൻ എടുക്കാം കേട്ടോ. അടുത്തത് മെറൂൺ എടുക്കാം. നല്ലൊരു ഡാർക്ക് മെറൂൺ കളറായിട്ടോ കിട്ടിയിരുന്നത്. പിന്നെ ആ ഗ്രീനിന്റെ ഒരു ഷെയ്ഡും കൂടി വന്നിട്ടുണ്ട്. കൊള്ളാം, പക്ഷെ നല്ല ഫെയർ ആയിട്ടുള്ളവർക്കൊക്കെ ചേരും കേട്ടോ. അധികം ഇങ്ങനെ ഫെയർ അല്ലാത്തവർക്ക് ചേരത്തില്ല. എന്നാലും കൊള്ളാം കേട്ടോ. കുഴപ്പമില്ലാത്തൊരു ഷെയ്ഡാണ്. അപ്പൊ ഇതൊക്കെയാണ് എന്റെ കയ്യിലുള്ള കളേഴ്സ്. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കളർ ഇങ്ങനെ മാച്ച് ചെയ്ത് കാണണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. കാരണം നമ്മൾ എല്ലാവരും ലിപ്സ്റ്റിക് ഷെയ്ഡൊക്കെ പലതും മാറി വാങ്ങിക്കുന്നവരായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ഇതുപോലത്തെ ഒരു പാലറ്റ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ ഷെയ്ഡൊക്കെ മിക്സ് ചെയ്ത് സിംഗിൾ ഷെയ്ഡ് ആക്കി എടുക്കാവുന്നതാണ്. അപ്പൊ ഏതൊക്കെ ഷെയ്ഡുകളാണ് ഏതിനോട് ചേരും, എന്ത് കളർ കിട്ടും, അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്തേക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ പുതിയൊരു സബ്ജക്റ്റ് എടുക്കാണ് ഡിയർ. ബൈ, ടേക്ക് കെയർ ഓൾ.